വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പിയുമായിട്ട് അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡോണറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കേക്ക് പോലെ തന്നെ കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഡോണറ്റ്. ഇപ്പൊ നമുക്ക് പുറത്തൊന്നും പോയിട്ട് ഡോണറ്റ്സ് കാര്യങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതല്ല. അപ്പൊ വീട്ടിൽ നമുക്ക് ഇത് എങ്ങനെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. വളരെ ഈസി റെസിപ്പിയാണ്, പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ട് വേണ്ട ഇത് ചെയ്യാനായിട്ട്. കുറച്ച് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുള്ള കുറച്ച് ടൈം ഉണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ മോൻക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ഡൊണറ്റ് എന്ന് പറയുന്നത്. കേക്കിനെക്കാളും കൂടുതലായിട്ട് അവന് എപ്പോഴും ആവശ്യപ്പെടുന്നതാണ് ഈ ഡൊണറ്റ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇതിൽ എന്തെങ്കിലും വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് മൈദ ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡോണറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് ആക്റ്റീവായി കിട്ടും. അപ്പോൾ അതൊരു 1.25 ടീസ്പൂണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ള പാല് ഇളം ചൂടുള്ള പാലാണ്. അപ്പം ഒരു 1/4 കപ്പ് പാലെടുക്കാം. ഓവറായിട്ട് ചൂടാവുകയും ചെയ്യരുത് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂണ് ബട്ടർ കേട്ടോ. റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1.5 ടീസ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ. നമ്മൾ ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ടുള്ളതല്ല. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് നടുവിലൊരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ മറ്റ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാലിൽ കുറച്ച് നേരം ആക്റ്റീവ് ആവാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഈസ്റ്റും ഷുഗർ അതുപോലെ തന്നെ ഉപ്പ് ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്താനായിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യണം. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ ബൗൾ തന്നെ എടുത്തതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവണ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പരുവത്തിൽ വേണം കേട്ടോ കിട്ടാനായിട്ട്. നമ്മൾ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവത്തിൽ ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ എന്തെങ്കിലും ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതാക്കിയിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ 1 മണിക്കൂർ ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. കണ്ടല്ലോ നന്നായിട്ട് ആക്റ്റീവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ ഉള്ളിലോട്ട് കൊഴിഞ്ഞു പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ മാവിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മൈദ ഒന്ന് ഇത്തിരി ഒട്ടണോണ്ട് ഞാൻ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സ്റ്റിക്കി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മൈദ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, അങ്ങ് പരത്തിയാൽ മതി. അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ അധികം പ്രസ് ചെയ്യും വേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇത്തിരി ഒരു 1/4 ഇഞ്ച് കനത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. ഇത്തിരി കട്ടി വേണം. അപ്പോൾ ഞാനിതിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഡോണറ്റ് കട്ടറൊന്നും ഇല്ലാതാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു മൂടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി, ഡോണറ്റ് കട്ടർ ഇല്ലെങ്കിൽ. ഇനി ഇതിന് നടുവിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോസിലുണ്ടല്ലോ, നോസിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെറിയ ബോട്ടിലിൻ്റെ ഒക്കെ മൂടി ഉണ്ടാവും. അപ്പോൾ അതുപോലെ എടുത്താൽ മതി. അപ്പോൾ ഇതാ നമുക്കിത് എടുത്തൊരു മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ വലിയ അടപ്പെടുത്തത് കൊണ്ട് തന്നെ എനിക്ക് ബിഗ് സൈസിൽ 4 കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നടുവിലായിട്ട് ചെറിയ മൂടി ഉണ്ടെങ്കിൽ അങ്ങനെ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഷേപ്പിൽ കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 1.5 കപ്പ് മൈദ കൊണ്ട് എത്ര അളവ് കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് ടൈപ്പിലുള്ള അടപ്പ് വെച്ചിട്ടാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കും കേട്ടോ.
ഇപ്പോൾ എനിക്ക് ഒരു 9 സൈസ്, അപ്പോൾ ഞാൻ ചെറിയ ഒരു മൂടി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലൊരു നനഞ്ഞ ക്ലോത്ത് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഡോണട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓയിൽ നന്നായിട്ട് ഹീറ്റ് വേണം, അപ്പോൾ നന്നായിട്ട് ചൂടായ ടൈമിൽ വേണം നമ്മൾ ഡോണട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ ഇട്ട് കഴിഞ്ഞ പാട് ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഫ്ലെയിം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും, ഉള്ളു വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ആ ചൂടൊന്ന് ശ്രദ്ധിക്കണം. ജസ്റ്റ് 5 മിനിറ്റ് വേണ്ടി വരില്ല ഓരോ ഡോണട്ട് ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അതുകൊണ്ട് ആദ്യം സൈഡ് ഇട്ട് കൊടുത്ത പാടെ തന്നെ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു വശം തന്നെ വേവിച്ചും കൊണ്ടിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ മതി കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തീ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. ഈ ഒരു കളറിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണ ആ ഒരു ടൈമിൻ്റെ ഒരു ഇതേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈസിയാണ്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പം ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഡോണട്ടൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൊണട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കേക്കിൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കുന്നതാണ് എങ്ങനെയാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുകയെന്ന്. ഡബിൾ ബോയിൽഡ് മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് ഒന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ ഡോണട്ട്സും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പകുതി ഡിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അതിൽ ഡിപ്പ് ചെയ്തെടുക്കാം, വൈറ്റ് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഈ 2 ചോക്ലേറ്റ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഷുഗർ ഉണ്ടല്ലോ, നമ്മൾ പഞ്ചസാര ഒന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിലിട്ടിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിങ്കിൾസ്, ഷുഗർ ബോൾസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ടില്ല എന്ന് കരുതിയിട്ടും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ വൈറ്റ് ചോക്ലേറ്റിൽ, ഞാൻ ചെറിയ ഡോണട്ട്സിനൊക്കെ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ സ്പ്രിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് നമ്മളെ സ്ട്രോബെറിയുടെ ആ ഒരു ഗനാഷ് ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതാ ചുമ്മാ കഴിക്കാനായിട്ട് നല്ല ഈസി ആയിട്ടുള്ള ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി എന്നും പറയുന്നതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ ഇതുവരെ എന്റെ ചാനൽ ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വരട്ടെ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ ബൈ.